chapters. വളരെ ഗൗരവത്തോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് ശ്രദ്ധിക്കാം. Let us turn very seriously to the word of God. Colossians chapter 1. Colossians chapter 1. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം chapter 1. Verses 3 to 5. Verses 3 to 5. 3 മുതൽ 5 വരെയുള്ള വാക്യം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യം. So we always thank God, the Father of our Lord Jesus Christ, when we pray for you, because we have heard of your faith in Christ Jesus and of the love you have for all God's people, the faith and love that spring from the hope stored up for you in heaven, and about which you have already heard in the true message of the gospel. Amen. മലയാളത്തിൽ വായിക്കാമോ? സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾക്ക് മുൻപ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മതി, ആ മൈക്കോടെ വ്യത്യസ്ത കാര്യങ്ങൾ കൊടുക്കണേ. എനിക്ക് 1-2 വാക്യം വായിച്ച് സഹായിക്കും. ആരെങ്കിലും മൈക്ക് ഒന്ന് കൊടുക്കും. ഓക്കെ, ഞാൻ ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം. കൊലോസിയൻസ് 1:3-5. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള നിങ്ങളുടെ സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. We give thanks to God, the Father of our Lord Jesus Christ, praying always for you, having heard of your faith in Christ Jesus and of the love which you have toward all the saints, because of the hope which is laid up for you in the heavens, whereof you heard before in the word of the truth of the gospel. Amen. Praise the Lord. വളരെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞ പോലെ ഈ വാക്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുകയോ ഒന്ന് എഴുതിയെടുക്കുകയൊക്കെ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് നാളെ തന്നെ അത് പ്രയോജനമായി. As I always mention, if you take some notes when I preach, it will be very beneficial for you all. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെയും വളരെ ഗൗരവമായിട്ട് ദൈവവചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാം. Let us turn with prayers our attention back to the scriptures. റോമിലെ ജയിലിൽ കിടന്ന പൗലോസ് അപ്പോസ്തലൻ കൊലോസിയിലുള്ള ദൈവസഭകൾക്ക് അവിടുത്തെ വളരെ സീരിയസ് ആയ 1-2 കൾട്ടിക് ഇഷ്യൂസിനെ കൈകാര്യം ചെയ്ത് എഴുതുന്ന ലേഖനമാണ് ഇത്. When Paul was in the prison in Rome, he was writing because of certain cultic teachings came into the church of Colossae. That's why he was writing this letter to the church in Colossae while during his stay in the prison of Rome. അങ്ങനെ എഴുതി വരുമ്പോൾ പൗലോസിന്റെ ഗലേഷ്യൻസിൽ ഒഴികെ എല്ലാ ലേഖനത്തിലെയും ആദ്യത്തെ 2 വാക്യം ഗ്രീറ്റ് ചെയ്താണ് തുടങ്ങുന്നത്. Except the epistle of Galatians, all of Paul's epistles start with a greeting. ഗലാത്യ ലേഖനത്തിൽ ഗ്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും റൈറ്റ് അവേ വളരെ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യം പറഞ്ഞാണ് ഗലാത്യ ലേഖനം തുടങ്ങുന്നത്. Even though in Greek there was a greeting mentioned in the book of Galatians, but the book of Galatians is starting with a serious teaching. നിങ്ങൾ ആ വാക്യം വായിച്ചു നോക്കിയാൽ മതി. വളരെ ഗൗരവമായിട്ടാണ് പൗലോസ് ഗലാത്യ ലേഖനത്തിന്റെ ആദ്യ വാക്ക് തന്നെ എഴുതുന്നത്. Galatians, the first sentence itself was a serious matter. Paul was beginning like that, the epistle of Galatians. എന്നാൽ മറ്റെല്ലാ ലേഖനത്തിലും ഓൾമോസ്റ്റ് സെയിം ഗ്രീറ്റിംഗ്സ് നമുക്ക് വായിക്കാം. All the other epistles we can see almost similar greetings by Paul. അങ്ങനെ അവിടെയുള്ള ദൈവമക്കളെ വാസ്തവത്തില് ഇത് കൊലോസിയിൽ മാത്രമല്ല, നമ്മൾ 4:12-13 വായിച്ചാൽ മറ്റ് 2 സ്ഥലങ്ങളിലൂടെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലവോഡിഷ്യ ആൻഡ് ഹിറപ്പോലിസ് 3 ലോക്കൽ സഭകൾക്കാണ് ഈ എപ്പിസോഡ് എഴുതുന്നത്. This epistle was written to 3 churches, not only to Colossae but also to Laodicea and also Hierapolis.
നോക്കൂ, അങ്ങനെ ഈ 3 ലോക്കൽ സഭകളുടെയും പാസ്റ്റർ ഈ ലേഖനത്തിൽ വായിക്കുന്ന എപ്പഫ്രാസ് എന്ന് പറയുന്ന ആ ദേവദാസനായിരുന്നു. We can see that for all these 3 churches, pastor was mentioned here as Epaphras. ഞാൻ ആ ക്യാരക്ടറിനെ പറ്റി ഒന്നും ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. I am not going to mention about that character today. ഇവിടെ റോമിൽ ചെന്ന പൗലോസിനോട് സഭയുടെ പ്രസന്റ് സിറ്റുവേഷൻ അറിയിച്ചു. He went into the Rome prison and Epaphras was mentioning the current situation of the church in Colossae. അവിടെ പ്രശ്നങ്ങളുണ്ട്, ടീച്ചിങ് വന്നിട്ടുണ്ട്. There was a heretical teaching came into the church. എന്ന് മാത്രമല്ല, ആ ലോക്കൽ ചർച്ചുകൾ വളരെ ക്രിസ്ത്യൻ മെച്യൂരിറ്റി ഉള്ള സഭകളാണ്. ആ പഠിപ്പിക്കലിനൊന്നും അവരിൽ തെറ്റായ റോങ് ടീച്ചിങ്ങിനൊന്നും ഒരു ഇമ്പാക്റ്റും അവരുടെ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന വിവരം പൗലോസിനോട് എപ്പഫ്രാസ് അവിടെ ചെന്ന് റോമിൽ ചെന്ന് പറയുകയാണ്. Epaphras went to the prison and was mentioning to Paul that even though there were certain cultic teaching came, but nothing influenced the Colossian church. ഞാൻ 1-2 സന്ദേശം ഈ ലേഖനത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് I am going to explain the background. അത് നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. I already explained the background of this church in Colossae. That's why I'm not going to explain that today. അങ്ങനെ എഴുതി തുടങ്ങുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ വായിച്ചത് മലയാളവുമായിട്ട് നേരെ റിവേഴ്സ് ഓർഡറിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. മലയാളത്തിൽ വായിച്ച ഒടുവിലാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞാണ് മലയാളം ട്രാൻസ്ലേഷൻ തീരുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ തുടങ്ങുന്നത് അങ്ങനെയാണ്, നേരെ റിവേഴ്സിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. The verses are being reversed in Malayalam and in English versions. അതുകൊണ്ട് ഞാൻ 3, 4, 5 എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലുള്ളവർ അന്നേരം 5, 4, 3 എന്നാക്കിയേക്കണം. So whenever I was mentioning in Malayalam the verse 3, then in English you have to go and look at the verse of 5. Yeah, praise the Lord. Hallelujah. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ആ സഭയ്ക്ക് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചാണ് ആ ലേഖനം തുടങ്ങുന്നത്. Paul was beginning this epistle by praying for the church at Colossae. അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുകയാണ്. 4-ാം വാക്യം നിങ്ങൾ കണ്ടോ, നിങ്ങളെ കുറിച്ച് കേട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. It was mentioning that I always thank God because I heard about you and I am always giving thanks to God. Having heard of your faith in Christ Jesus and of the love which you have toward all the saints, we give thanks to God the Father of our Lord Jesus Christ, praying always for you. അവിടെ ഒരു ചെറിയ പ്രശ്നമുള്ള ഒരു വാക്യം, നമ്മളെ യഹോവസാക്ഷികളൊക്കെ പിടിക്കുന്ന ഒരു വാക്യമാണ്, നിങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. Usually Jehovah Witness catches with this verse. It was mentioned like this: God, the Father of our Lord Jesus Christ. അത് ഇന്ന് എനിക്ക് വിശദമായി ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, പക്ഷെ ഇന്ന് പറയില്ല. I explain it clearly why it mentioned so, but not today. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ, ആയുസ് ആരോഗ്യം തരുന്നെങ്കിൽ അടുത്തതിന്റെ പിന്നത്തെ ആഴ്ചത്തെ ഹാർവസ്റ്റിംഗിലെ പ്രോഗ്രാം കണ്ടാൽ മതി. അതിനകത്ത് എനിക്ക് അനുവദിക്കുന്നുണ്ട്. If God willing, the week after next week, I am going to explain this portion in harvesting. ഞാൻ അവിടെ ഈ വിഷയമാണ് പഠിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. Because I am teaching this portion in harvesting. അവിടെ ദൈവത്തിന്, യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ഈ സഭയെ കുറിച്ച് കേട്ടപ്പോൾ, അവരുടെ ക്വാളിറ്റി ഓർത്തപ്പോൾ, ജയിലിലെ ആ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പറയും. When Paul heard about the church at Colossae, he started to give thanks and pray for the church at Colossae. നിങ്ങൾ 3-ാം വാക്യം ശ്രദ്ധിച്ചോളൂ. ഇംഗ്ലീഷ് 5-ാം വാക്യം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, സുവിശേഷത്തിന്റെ സത്യവചനം. In verse 5 in English, but verse 3 in Malayalam, it is saying that the word of the truth of the gospel. ആ വാക്ക് ശ്രദ്ധിക്കണം. Truth of the gospel, സുവിശേഷത്തിന്റെ സത്യവചനം. The word of the truth of the gospel. അങ്ങനെ എടുത്തു പറയണമെങ്കിൽ വ്യാജമായ സുവിശേഷം എന്ന പേരിലും അവിടെ അത് നന്നായിട്ട് ചെലവാകുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. If here very specifically the
they mention as the truth of the gospel, then we should understand that there was a wrong gospel too. അതുകൊണ്ടോ സത്യത്തിൽ സുവിശേഷം എന്ന് എഴുതിയാൽ മതിയായിരുന്നു, പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് എഴുതി വെച്ചു സത്യവചനം, സുവിശേഷത്തിന്റെ സത്യവചനം എന്ന് ദൈവാത്മാവ് പ്രത്യേകം എഴുതി വെക്കാനായിട്ട് ദേവദാസന്മാരോട് പറഞ്ഞു. Spirit of the Lord specifically mentioned here the word of the truth of the gospel because of a purpose. നോക്കൂ, ഈ ലേഖനത്തിന്റെ ഗലേഷ്യൻസ് 1:6 വായിച്ചാൽ, 2 Corinthians 11:4 വായിച്ചാൽ അവിടെ രണ്ടിടത്തും ഡിഫറെന്റ് ഗോസ്പലിനെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. ഡിഫറെന്റ് ഗോസ്പൽ. In 2 Corinthians 11:6 and in Galatians 1:4 we can see a different gospel. അവിടെ ഡിഫറെന്റ് ഗോസ്പൽ എന്നോ മറ്റൊരു സുവിശേഷം എന്ന് വേറൊരു സുവിശേഷം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൊലോസിയിലുള്ള ദൈവമക്കൾക്ക് എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ് the truth of the gospel, സുവിശേഷത്തിന്റെ സത്യവചനം. We can see in the book of Corinthians as well as in the book of Galatians, we can see a different gospel was mentioned. That is why we should understand that there is a truth of the gospel. നോക്കൂ, അന്നേരം ഡിഫറെന്റ് ഗോസ്പൽ എന്തായിരിക്കും ജനത്തോട് പറയുന്നേ? What can the different gospel communicate to the people? നിങ്ങൾ ഇന്ന് മുഴുവൻ മീഡിയ നോക്കിയാൽ മതി, 99% ആ മീഡിയയ്ക്കകത്തെല്ലാം ഒരു ഡിഫറെന്റ് ഗോസ്പൽ നമുക്ക് കാണാനായിട്ട് കഴിയും. If you check all of the correspondences, all the TV media, you all can see a different gospel. ഞങ്ങൾ ഇങ്ങനെ പറയുന്ന ഒരു വാക്കുണ്ട്, പെൻഡുലമിസം എന്ന് പറയും. പെൻഡുലമിസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വാക്കായിട്ട് കൂട്ടി, അത് പെൻഡുലമിസം എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രം ഇങ്ങനെ പറഞ്ഞു, ഒരു സൈഡ് മാത്രം. We usually mention in our group, in our sect, we usually say a word pendulumism. On one side only it will go. എന്നാൽ ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാൻ പോവാം. ഇവിടെ എഴുത്തുകാരൻ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടോ, ട്രൂത്ത് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിന്റെ സത്യവചനം. But here the writer is specifically mentioning about the truth of the gospel. എന്നിട്ട് ആ ട്രൂത്ത്, യഥാർത്ഥ സുവിശേഷം ആ സഭയിലുള്ള ദൈവമക്കൾക്ക് കൊടുത്തതെന്താണെന്നറിയാമോ? What this truth of the gospel, what exactly gave to that church? നിങ്ങൾ ആ വാക്യം മലയാളത്തിൽ 3 ഇംഗ്ലീഷിൽ 5 ശ്രദ്ധിച്ചു നോക്കിയേ. ആ സത്യ സുവിശേഷം അവർക്ക് കൊടുത്തത് സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന ഹോപ്പാണ് ആ സഭയ്ക്കുള്ള ദൈവമക്കൾക്ക് കൊടുത്തത്. What exactly the truth of the gospel give to the church in Colossae? We can see in verse 5 in English but verse 3 in Malayalam. We can see that the hope which is laid up for you in the heavens is being given by the truth of the gospel. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യവചനം എന്താണെന്നറിയാമോ? If that is so, do you know what is the truth of the gospel? നിലനിൽക്കുന്ന പ്രത്യാശ പറയുന്നതാണ് true gospel. If it proclaims a permanent hope, that is the truth of the gospel. ഈ ലോകം ക്ഷണികമാണെന്നും ഇന്ന് കാണുന്നതെല്ലാം താൽക്കാലികമാണെന്നും പറയുന്നതാണ് true word എന്നാണ് ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. We can say that whatever we are observing around us, all things on this earth are local, but whatever we are believing by the truth of the gospel, we are thinking about the permanent thing. അങ്ങനല്ലേ നമ്മൾ ഇന്ന് ഹീബ്രൂസ് 11 വായിച്ചാൽ ആ ഭക്തന്മാരെല്ലാം തല ഉയർത്തി നോക്കിയത് ആ ഹോപ്പിലേക്കായിരുന്നു. If we turn our attention to the book of Hebrews chapter 11, we can see all the saints were lifting up their head and looking by faith towards that promise. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആ തെറ്റായ പഠിപ്പിക്കൽ എന്ന് ഞാൻ ഒരു സൈഡിൽ പറയുകയാണ്, അത് മുഴുവൻ നമ്മളെ എങ്ങനെ ഈ ഭൂമിയിൽ നന്നാകാമെന്നതാണ് പറയുന്നത്. ഈ ഭൂമിയിൽ എങ്ങനെ പ്രോസ്പർ ആകാം, ഇവിടെ എങ്ങനെ ട്രബിൾ ഫ്രീ ലൈഫ് നയിക്കാം, അത് വേണ്ടതല്ല. അത് കർത്താവിന്റെ കർത്താവ് നമുക്കൊടും നൽകട്ടെ. പക്ഷേ അതല്ല സുവിശേഷം മുഴുവന് നൽകുന്ന ഹോപ്പ്. All the other teachings currently carried on, all the type of medias are always bringing everyone's attention
attention to the world. How can we live a carefree life on this earth? But I am not mentioning that it can happen to have a good life on this earth. But that is not exactly the truth of the gospel should lead you to. ഞാൻ ഓർക്കായിരുന്നു ഈ കോവിഡ് ആദ്യം ഈ വെസ്റ്റേൺ കൺട്രീസിനെയാണല്ലോ ആക്രമിച്ചത്. I was thinking that this epidemic, COVID, first of all attacked these Western countries. അന്നേരം ഈസ്റ്റ് നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഒത്തിരി പാട്ട് ഭയങ്കരമായിട്ട് മാർക്കറ്റിംഗ് ചെയ്തു. ഒത്തിരി പാട്ടുകൾ എഴുതാനോ വലിയ പോപ്പുലർ ആയിരുന്നു. At that time, from the around the area in India, a lot of songs came out. എന്റെ വീടിന് മുദ്രയാണ് ഇങ്ങോട്ടൊന്നും കയറി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി എഴുതി. At that time, there were certain songs were being written like, in my house this disease won't come. There is a sign over in my house. That type of songs were being. എനിക്കത് ഇപ്പൊ ആരും പാടുന്നില്ലെന്ന് തോന്നുന്നു. I think that nowadays people are not singing that song. ഞാൻ നിങ്ങളോട് സത്യം പറയാം. I would like to mention a truth. ലോകത്തിലുണ്ടാകുന്ന ഒന്നിൽ നിന്നും നമുക്ക് പ്രത്യേക സംരക്ഷണം ഒന്നും കർത്താവ് മിക്കവാറും തരികയില്ല. Whatever is currently happening on this earth, Lord may not give you a complete protection when you are on this earth. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു trouble free life അല്ല ഈ ഗോസ്പൽ പറയുന്ന hope. The hope which is proclaimed by the gospel is not a trouble-free life. എന്നാൽ വെളിച്ചമുള്ളവർ എഴുതിയൊരു പഴയ പാട്ടുണ്ട് മലയാളത്തിൽ. But there is a person who has a good revelation who wrote a song like this in Malayalam. ലോകം എന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലും ദേഹം വരുമെന്നാവൻ എൻ ദേഹം പുതുതാക്കി തീർത്ത്. അത് ആ പാട്ട്, അത് അലയാളം പറയുന്ന പാട്ട്. There is a song, Yogam enne even though a disease can catch me, but still, even though my body may decay, but still I will go and meet my Lord and Savior Jesus Christ. That is the song. ഞാൻ ബ്ലസ്സിയെ ഫ്രൈഡേ ഈ കഴിഞ്ഞ 2 ആഴ്ചത്തെ TV പ്രോഗ്രാമിന്റെ ഹെഡിങ്ങുകൾ കാണിച്ചു. ഞാനിത് പ്രസംഗിക്കാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. When I was preparing for the last, I was showing my wife Blessing the titles of the messages which I was going to preach. The TV programs. കാണുന്ന പ്രോഗ്രാമുകളുടെ ടൈറ്റിൽ കാണിച്ചു. Sorry, I was showing her the titles what is happening currently inside the TV. ഒരൊറ്റ ഒരെണ്ണം പോലും ഞാൻ മുഴുവൻ ശ്രദ്ധിച്ചിട്ട് ഞങ്ങൾ വായിച്ചു നോക്കിയ ഒരൊറ്റ ഒരെണ്ണം പോലും ഈ നിലനിൽക്കുന്ന ട്രൂ ഗോസ്പലിനെ സംബന്ധിക്കുന്ന കണ്ടില്ല. When we were searching and when we were looking, we haven't seen at least a title which was mentioning about the permanent hope. എല്ലാം ഈ കൊച്ചു ജീവിതത്തിന്റെ സുഖത്തിന് വേണ്ടിയുള്ളത് മാത്രം. Almost everything was mentioning about the prophetic, about the goodness of the temporary life. കർത്താവാണ് നമുക്ക് ഇന്ന് വരെയും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകിയത്. നാളെ ആയുസ് ഉണ്ടെങ്കിൽ അവിടെയും കർത്താവ് നമ്മളെ നടത്തും, ഇല്ലെന്നല്ല. പക്ഷേ നമ്മുടെ ഫോക്കസ് അങ്ങനെ ആകരുത്. ഒരു കഴുകൻ മുകളിൽ നിന്ന് വളരെ ഷാർപ്പായിട്ട് തന്റെ ഇരയെ നോക്കുന്ന പോലെ തല ഉയർത്തി നമ്മൾ നോക്കണം. Our God will supply all our needs during our stay on this earth. So whenever we are on this earth, we have to lift up our head and look unto the mountain like an eagle looking unto it. അതുകൊണ്ട് സുവിശേഷത്തിലൂടെ കൺവേ ചെയ്യേണ്ടത് ആ ഇറ്റേണൽ ഹോപ്പ് ആയിരിക്കണം. So basically, an eternal hope should be focused on every gospel. ഇവിടെ ജയിലിൽ കിടന്നെഴുതി ഒരു റിലീസ് ഉണ്ടാകുന്നൊന്നും ആ ദേവദാസന് അറിയില്ല. Paul was writing when he was in the jail. He didn't know that he might be released. Okay, സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി പറഞ്ഞോ. We can see that the truth of the gospel where you heard before. നമ്മൾ പൗലോസിന്റെ എല്ലാം പറയുന്നത് അതേ ഒരു സൂപ്പർ നാച്ചുറൽ ബീയിങ് ആണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ന് പറയാം. അല്ല, സാധാരണ മനുഷ്യനായിരുന്നു. We can or we may say that Paul was not an ordinary man. He was an extraordinary man, but he was an ordinary person. He can say all those things. He can say all those things. പക്ഷേ ഇത് പോൾ പറഞ്ഞ നല്ല വാക്യം. നിങ്ങൾ ശ്രദ്ധിച്ച വാക്യം. But we can hear very clearly see that this was not mentioned about Paul. നിങ്ങൾ മുമ്പ് കേട്ടതായെന്ന് പറഞ്ഞാൽ ഈ സഭ തുടങ്ങിയിട്ട് 5 വയസ്സേ ആയിട്ടുള്ളൂ. ആ സമയത്ത് തന്നെ എപ്പഫ്രാസിൽ നിന്ന് അവരെ കേട്ട ഈ ട്രൂ ഗോസ്പലിൽ അവർക്ക് ഹോപ്പായിരുന്നു ദേവദാസൻ പറഞ്ഞു കൊടുത്തത്. The thing is, we can see that the church at Colossae, they heard the truth of the gospel and then they have the hope which was
Hallelujah. എപ്പഫ്രാസ് അന്ന് തന്നെ ഇവർക്ക് പറഞ്ഞു കൊടുത്ത ഗോസ്പൽ എന്നാന്നറിയാമോ? The coming hope ആയിരുന്നു. The Epaphras gave the gospel to the church at Colossae was the coming hope. അന്നേരം പോൾ മാത്രമല്ല ഇത് പറഞ്ഞത്. Then Paul was not the only one who was mentioning about the hope. ഈ എപ്പഫ്രാസ് എന്ന് പറയുന്ന ആൾക്ക് പൗലോസിനെ പോലെ വലിയ തിയോളജി ഒന്നും അറിയില്ല എന്ന് തിരുവനന്തപുരത്ത് തന്നെ മനസ്സിലാക്കാം. We can observe that this Epaphras was an ordinary man, not like a strong theologian like Paul. അദ്ദേഹം ആ സഭയിൽ പഠിപ്പിച്ചതെന്നറിയാമോ? We have a hope beyond this world. അത് പോൾ പറയാ, നിങ്ങൾ മുമ്പ് അത് കേട്ടിരുന്നല്ലോ. Hallelujah. This pastor Epaphras, what did he teach the church at Colossae? There is a hope waiting for you. That was being heard by the church. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ കാണാത്ത കാര്യം നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. തല ഉയർത്തി നമ്മൾ നോക്കണം. എല്ലാ പ്രതിസന്ധിയുടെ നടുവിൽ ആ ഹോപ്പാണ് സുവിശേഷം നമുക്ക് നൽകിയിരിക്കുന്നത്. So my dear beloved members, we have to have the faith which is not being mentioned. Faith is being sure of what we hope for and certain of what we do not see. ഇന്ന് കേൾക്കുന്ന സ്പിരിച്വാലിറ്റിക്ക് തിരുവഴുത്തിൽ ബേസ് ഇല്ല. There is no base. Whatever we are hearing through the media, all the gospels. Completely different spirituality in scripture. There is a completely different scripture. A spirituality is mentioned in the two gospels. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ലൈൻ മനസ്സിലായല്ലോ? I think you are being with us what we are going to explaining here. ഈ എപ്പഫ്രാസ് പോളിനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം ജയിലിലാകേണ്ടി വന്നു എന്നൊക്കെയാണ് പറയുന്നത്. We are reading that when Epaphras went to meet Paul in the prison, he was also caught inside the prison. അവിടെ കിടന്നുകൊണ്ടും കൺവേ ചെയ്യുന്നത് ട്രൂത്ത് ഓഫ് ദ ഗോസ്പലിൽ അവർ ഹോപ്പ് പറയുകയായിരുന്നു. But even then, when he was also in the prison, he was conveying this message of the true gospel, which provided a true hope. എനിക്ക് അത് തന്നെ പറഞ്ഞു പോയ ഒത്തിരി കാര്യം പറയാനായിട്ട്. If I mention the same thing, I have a lot of things to tell. നിങ്ങൾ ശ്രദ്ധിച്ച വാക്യത്തിലേക്ക് നോക്കിയേ, ശ്രദ്ധിച്ചു നോക്കിയേ. Please listen carefully to that verse. സുവിശേഷം എന്നുള്ളത് ഇതാണ് നമ്മൾ കൺവേ ചെയ്യേണ്ടത്. We have to convey by the truth of the gospel a hope. നമ്മുടെ ലോക്കൽ ചർച്ചിലും പറയുന്ന ആ ട്രൂ വേർഡ് ഈ ഹോപ്പാണ് നമുക്ക് നൽകേണ്ടത്. Whenever we, even though in our local church also, the gospel, the truth of the gospel should lead us to a living hope. കർത്താവ് നമ്മുടെ പടവ് നിറയ്ക്കും. കർത്താവ് നമുക്ക് വേണ്ടത് നൽകും. പക്ഷേ അതല്ല നമ്മുടെ ഹോപ്പ്. God may fill our boat, fill our nets. Maybe God will provide whatever we are asking for, but that should not be your hope. പോൾ പറയുക, നിങ്ങൾ മുമ്പ് കേട്ട ആ ഹോപ്പ് ഉണ്ടല്ലോ, അതാണ് സത്യവചനം. Paul was mentioning that whatever you heard before, that hope which is being provided by the gospel, that is the true hope. എന്നാൽ ജനത്തെ ഈ ഭൂമിയിലേക്ക് തന്നെ വീണ്ടും കൊണ്ടുപോകുന്നത് ഡിഫറെന്റ് ഗോസ്പലാണ്. അത് ട്രൂത്ത് അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. We have to carefully understand that whichever gospel is being preached around us, if it takes us to the world, that is a different gospel. പ്രിയപ്പെട്ടവരെ, ഇതാണ് സത്യം, ഇതാണ് ട്രൂത്ത് എന്ന കാര്യം നിങ്ങൾ മറന്നുപോയത്. My dear fellow members, do not forget that this is the truth and never forget it. യേശുവിന്റെ പിന്നാലെ ഒരുവൻ പോകുന്നതിന്റെ ലക്ഷ്യം ഇതായിരിക്കണം. If we follow after Lord Jesus Christ, that person's aim should be like this. എനിക്ക് പ്രയാസമുണ്ട്, കഷ്ടമുണ്ട്, പക്ഷേ ആ വഴിയിലെല്ലാം നടത്താൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പക്ഷേ എന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം ഇതല്ല. ഇതൊക്കെയാണെങ്കിലും അതിന്റെ മറുകരയിൽ എനിക്കൊരു ഹോപ്പുണ്ട്. അതാണ് സുവിശേഷം കൺവേ ചെയ്യുന്ന ട്രൂത്ത്. Even though during our stay on this temporary life on this earth, we may have troubles and difficulties and pains, but that should not take us back, but always live for a true hope which is leading us into heaven. ഈ ഹോപ്പിനെ പറ്റി ഞാൻ കഴിഞ്ഞ ഒരു യോഗത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. I already talked to you about this hope. ഈ ഒത്തിരി പ്രത്യേകതകളുണ്ട്. There are a lot of characteristics for നമ്മൾ this hope. തിരുവഴുത്തില് ഈ ഹോപ്പിനെ പറ്റി വായിക്കുന്നുണ്ട്. ഇറ്റേണൽ ഹോപ്പ് എന്ന് പറയുന്നത്. ഇറ്റേണൽ ഹോപ്പ്. We can see in scriptures there is an eternal hope. അതെന്നാ പറയാൻ അറിയാമോ?
ബാക്കിയെല്ലാം ഹോപ്പ് ടെമ്പററി, ഇത് മാത്രമുള്ള ഇറ്റേണൽ. അതുകൊണ്ട് ഇറ്റേണൽ ഹോപ്പ് എന്ന് തന്നെ വിളിച്ചേക്കുന്നത്. Do you know why it is mentioned in the gospel? There is an eternal hope. All the other hopes on this earth are temporary. നമ്മൾ എബ്രായലേഖനം 7:19 വായിക്കുന്നുണ്ട്, ബെറ്റർ ഹോപ്പ് എന്ന് വായിക്കുന്നുണ്ട്. We can read in Hebrews 7:19 a better hope. ഏറെ നല്ല പ്രത്യാശ. A better hope. ബെറ്റർ ഹോപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ആ 7:19 വായിച്ചാൽ മതി. അവിടെ എഴുതി വെച്ചിരിക്കുന്ന വിഷയം എന്താണെന്ന് അറിയാമോ? Hebrews 7:19 we can see a better hope. അവിടെ പറയുന്നത് യേശു കർത്താവിന്റെ മരണം പഴയ നിയമ യാഗത്തേക്കാൾ ശ്രേഷ്ഠമാണെന്നാണ് ആ വാക്യം പറയുന്നത്. It was mentioned in the book of Hebrews 9. It is stating as the death of Jesus was better than the sacrifices in the Old Testament. 7:19 അതുകൊണ്ട് ബെറ്റർ ഹോപ്പ് എന്ന് നമ്മുടെ പ്രത്യാശയെ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? Do you know why we are calling our hope as a better hope? യേശു നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ് നമ്മുടെ ഹോപ്പ് ബെറ്റർ ഹോപ്പ് ആയത്. Since Jesus died for us, that's why we are calling our hope as a better hope. ഫസ്റ്റ് പീറ്റർ 1:3 വായിക്കുന്ന മറ്റൊരു വാക്കുണ്ട്. We are reading another hope in 1 Peter 1:3. ജീവനുള്ള പ്രത്യാശ, ലിവിംഗ് ഹോപ്പ്. Living hope. We can see in 1 Peter a living hope. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അവിടെ പറയുന്നത് നമ്മുടെ കർത്താവിന്റെ ഉയർപ്പാണ്. 1:3 പറയുന്നത് കർത്താവിന്റെ ഉയർപ്പാണ്. In 1 Peter chapter 1:3 we can see a living hope. In that verse it was mentioned about the resurrection of Lord Jesus Christ. നമ്മുടെ പ്രത്യാശ ജീവനുള്ള പ്രത്യാശയാണ്. എന്തുകൊണ്ടാണ്? Why our hope is a living hope? യേശു ഉയർത്തമുണ്ടാണ്. Since our Lord resurrected. Praise the Lord. Hallelujah. ഇനി നമ്മൾ വായിക്കുന്നത് ടൈറ്റസ് 2:12. Titus 2:12. അവിടെ വായിക്കുന്നത് ഭാഗ്യകരമായ പ്രത്യാശയ്ക്കും നമ്മുടെ കർത്താവും മഹാദൈവമായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് എന്നാണ് വായിക്കുന്നത്. അവിടുത്തെ വാക്കുണ്ടോ? ഭാഗ്യകരമായ പ്രത്യാശ. In Titus 2:12 we can see that a blessed hope because he has already resurrected. നമ്മുടെ ഹോപ്പ് ഭാഗ്യകരമാകാൻ കഴിയുന്നതെന്ന് അറിയാമോ? Do you know why our hope became blessed? നമ്മുടെ കർത്താവ് വരുന്നു. Because our Lord is coming. ഏറെ നല്ലതായത് അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ്. Since it is the best thing because he died for us. ജീവനുള്ള പ്രത്യാശയായത് അവൻ ഉയർത്തത് കൊണ്ടാണ്. Since it is a living hope because he has risen. അത് ഏറ്റവും ബ്ലെസ്സഡ് ഹോപ്പ് ആയത് നമ്മുടെ നാമൻ താമസമില്ല വരുന്നത് കൊണ്ടാണ്. ഇതാണ് സുവിശേഷത്തിന്റെ സത്യവചനം ഒരുവനും നൽകുന്ന പ്രത്യാശ. This is become a better gospel because Jesus is going to come back again. That's why this is the best gospel for us. Praise the Lord. Hallelujah. ഇതുകൊണ്ടാണ് ഈ എപ്പഫ്രാസിനെ പറ്റി പറയുന്ന വാക്ക് നിങ്ങൾ മുമ്പ് കേട്ടതായി. അത് ഈ ദൈവദാസന് വളരെ കാര്യമൊന്നും അറിയില്ല. വെറും ജാതീയനായ ഒരു മനുഷ്യൻ, ഒരു അഭിപ്രായ പാരമ്പര്യമില്ല. ആ ദൈവദാസനും ആ സഭയിൽ പഠിപ്പിച്ചത് ഈ ഭാഗ്യകരമായ പ്രത്യാശയെ പറ്റിയായിരുന്നു. Even though Epaphras didn't have much knowledge and he was a Gentile, still he taught the church at Colossae this hope, living and blessed hope. ഇനി 1:23 കൊലോസ്യസ് 1:23 ഒന്ന് നോക്കിയേ. Let us turn our attention to chapter 1:23. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിക്കും, പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും. മതി എനിക്കത് ആ വാക്യം വിവരിക്കുന്നില്ല. അവിടെ എഴുതിയിട്ടുണ്ടോ? സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ. കണ്ടോ? അങ്ങനെങ്കിൽ അൺഷേക്കിംഗ് ഹോപ്പ് അല്ലേ? സുവിശേഷം കൊടുക്കുന്നതാണ് അൺഷേക്കിംഗ് ഹോപ്പ്. We can see here a gospel can give to a person an unshaking hope. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ തല ഉയർത്തി നോക്കണം. So my dear members, we have to lift up our head and look unto ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മളെ ഇളക്കുമ്പോൾ ഈ ഹോപ്പിലാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഇളകാത്തവരായിട്ട് നമുക്ക് നിൽക്കാനായിട്ട് കഴിയും. When there are trials and tribulations during our stay on this earth, if our eyes are lifted up and if we are looking into that blessed hope, then we will be able to stand firm. ഇനി 1:28 മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ഹോപ്പ് മുഴുവൻ എന്താണെന്നറിയാമോ? ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമാണ് എന്ന് പറഞ്ഞ 1-ാം അധ്യായം എഴുതുകയാണ്.
We can see that in this first chapter itself, we can see that all of our hope is belonging to a person, Christ. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിക്കാം, നിങ്ങൾക്ക് പ്രത്യാശ ആരാ? ക്രിസ്തുവാണ്. നമുക്കെല്ലാം കർത്താവാണ്. What is our hope? All of our hope is based on Christ. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ സംഗ്രഹിച്ച ആ പ്രത്യാശ സുവിശേഷത്തെ നമുക്ക് കിട്ടിയത് എന്താണെന്നറിയാമോ? നമ്മുടെ നാളെ കാണുന്ന ഒരു ദിവസമുണ്ട്. അതാണ് ബൈബിൾ പറയുന്ന hope. The hope which was kept or hidden in the heaven, what we are going to get it in the future when we see our Lord and Savior Jesus Christ. അതാണ് blessed hope. That is a blessed hope. ഭാഗ്യകരമായ പ്രത്യാശ. Blessed hope. ജീവിതത്തിലെ എല്ലാ വേദനയുടെ നടുവിലും റോമിലെ ജയിലിൽ കിടന്ന് ആ പ്രതിസന്ധിയുടെ നടുവിൽ എപ്പഫ്രാസ് പഠിപ്പിച്ച കാര്യം ഓർത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സുവിശേഷത്തിന്റെ സത്യവചനം നിങ്ങൾ മുമ്പ് ഈ ദൈവദാസനിലൂടെ കേട്ട അത് നിങ്ങൾക്ക് ലഭിച്ച ആ ബ്ലെസ്സഡ് ഹോപ്പ് ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. Paul, when during his stay in the prison at Rome, he was praying for the church at Colossae, and he was happy because he was hearing about the church at Colossae, and they have a hope which is blessed and which is better. ഇതല്ലേ സത്യവചനം? This is the truth of the gospel? ഇതല്ലേ നമ്മൾ മറ്റ് പലയിടത്തും ഇങ്ങോട്ട് വന്നതിന്റെ ലക്ഷ്യം നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞുകൊണ്ടില്ല ഇവിടെ വന്ന്? വേറെ കുഴപ്പമൊന്നുമില്ല. Don't we all come into this gospel because we are fearing that we may lose if we stay there our eternity? പക്ഷെ പല വാചകങ്ങളും പല പ്രഭാഷണങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ദൈവവചനത്തെ സ്പിരിച്വാലിറ്റി ഈസ് ടോട്ടലി ഡിഫറെന്റ്. But when I hear many other gospels and many other teachings, people are being deviated from this true and better and blessed hope. Hallelujah. 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 ഈ പാൻഡമിക്കും ആവുന്നുള്ളതല്ല നമ്മുടെ ഹോപ്പ്. During this pandemic too, no, it is not that this pandemic will go. That should not be the hope of us. നമ്മളെ സൂക്ഷിച്ചു എന്ന് പറഞ്ഞ് വലിയ കാര്യം പറയരുത്. നമ്മെ പോലെ തന്നെയുള്ള നമ്മളെക്കാ വിശുദ്ധന്മാരായ ദൈവമക്കളൊക്കെ ആ പ്രയാസത്തിലൂടെ പോയവരാണ്. Do not be boast that you are being protected from this pandemic, but many saints who are much better than us, they all have been a victim of this virus. ഒരുപക്ഷെ ഈ സന്ദേശം കൂടെ കേൾക്കാൻ ദൈവം നമുക്ക് അവസരം നൽകുമായിരിക്കും. Maybe God is giving one more opportunity to listen again this gospel. This is the truth of the gospel. This is the truth of the gospel. ഒന്നുമല്ല. There is nothing else. കരമുയർത്തി കർത്താവിന് സ്തോത്രം പറയാമോ? Can you please lift up your hand and say praise the Lord? Hallelujah. ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ദൈവത്തിന് സ്തോത്രം. Hallelujah. അതുകൊണ്ട് ഞാൻ അടുത്ത കാര്യത്തിലേക്ക് നോക്കൂ. സുവിശേഷം സ്വർഗത്തിൽ സംഗ്രഹിച്ച പ്രത്യാശ അവർക്ക് നൽകി. അതവര് പോൾ പറഞ്ഞല്ല കേട്ടത്, എപ്പഫ്രാസും അവരെ പഠിപ്പിച്ചത് തന്നെയാണ്. The gospel which gave them a hope which was kept in heaven, that was not being taught by Paul, but he was hearing about the church at Colossae. ഇനി നിങ്ങൾ ആ വാക്യത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കി. ആ പ്രത്യാശ നിമിത്തം, because of this hope എന്നല്ലേ വായിക്കുന്നത്? We can see that there is a phrase, because of the hope. നാലാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ മലയാളത്തിൽ? നാലാമത്തെ വാക്യം. ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെ മേള് മുതല് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം എന്ന് ചേർത്ത് വായിക്കാമോ? നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇംഗ്ലീഷിലുള്ള വായിച്ചുള്ള വാക്യം. Because we have heard of your faith in Christ Jesus and of the love you have for all God's people. മതി. ഇനി നിങ്ങൾ എന്റെ ഒപ്പം വന്ന് നോക്കി. പ്രത്യാശ നിമിത്തം. ആ വാക്ക് കണ്ടോ? പ്രത്യാശ നിമിത്തം. We can see that there is a phrase, because of the hope. കാരണം എന്നിട്ട് രണ്ട് കാര്യം പറഞ്ഞേക്കാം. Then he was mentioning two specific things. യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹവും. Then he was mentioning two things, faith in Christ Jesus and the love have toward all the saints. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ ഞാൻ ലളിതമായിട്ടെന്ന് പറയാം.
I would like to tell you very simply, in a simple ആ manner. ഹോപ്പ് അകത്ത് വന്നത് നിമിത്തമാണ് കർത്താവിലുള്ള നമ്മുടെ വിശ്വാസവും സകല വിശുദ്ധന്മാരോടുമുള്ള നമ്മുടെ സ്നേഹവും. Then I would like to say it in this simple way. Because of that hope, we all get a faith in Christ Jesus, and also there is a love toward all the saints. പ്രത്യാശ എന്നുള്ള ഒരു വ്യക്തിയായിരുന്നു അല്ലേ? Then we can see that that hope was a person. അങ്ങനെയല്ലേ നമ്മൾ വായിച്ചു നിർത്തിയേ? We read like that. ആ വ്യക്തി ജീസസ് ആയിരുന്നു. That hope was a person who was Jesus Christ. അടുത്തത് നോക്കിയ ഫെയ്ത്ത് ആ പറയുന്നേ. Now we can see faith. അത് ഈ ഹോപ്പ് ഉണ്ടായത് കൊണ്ട് നമ്മുടെ അകത്തുള്ളതായ ഒരു കാര്യമാണ്. Faith being brought into us through hope. In us, inside us. നമ്മളുണ്ടായത് അല്ലേ? Faith in us being generated by the hope. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ആഴ്ച എത്ര നേരം ഈ വാക്യം മൂന്നെണ്ണം വായിച്ചെന്നറിയാമോ? എത്ര പ്രാവശ്യം വായിച്ചു, എത്ര നേരം ധ്യാനിച്ചത് എനിക്ക് തന്നെ അറിയില്ല. For the past week, I don't know how many times, how often I read again and again this ഞാൻ verse. ഇങ്ങനെ വായിക്കുക, ഇതും ധ്യാനിച്ചോണ്ട് നടക്കുക, വായിക്കുക, ഇതും ധ്യാനിച്ചോണ്ട് നടക്കുക. ഞാൻ ഓർക്കുക, അങ്ങനെ ധ്യാനിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. മുമ്പ് കേട്ടതായി ഞാൻ പലവട്ടം വായിച്ചിട്ടും ആ പ്രയോഗം എല്ലാവർക്കും കിട്ടിയില്ലായിരുന്നു. മുമ്പ് കേട്ടതായെന്ന് പറഞ്ഞപ്പോ കേട്ടു, ആ പാസ്റ്റർ അവരെ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച സഭയ്ക്ക് എഴുതുമ്പം എത്ര ആനന്ദം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ കൊലോസിയ, ലവോദിക്ക, ഹിറപ്പുലി, ആ 3 ലോക്കൽ സഭയ്ക്ക് പോൾ എഴുതാൻ നേരത്ത് അവരുടെ ക്വാളിറ്റി പറയുക. നിങ്ങൾക്ക് സുവിശേഷം നിമിത്തമുണ്ടായ ഹോപ്പ്, അത് നിമിത്തം നിങ്ങൾക്ക് യേശുവിലുള്ള വിശ്വാസം, സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹം, ഒരു പെർഫെക്റ്റ് ചർച്ച അല്ലേ? Paul was writing that because of when he was in prison, when he heard about the church at Colossae, he was so happy to hear that due to that hope they had a faith inside them. That made a faith, and he's giving thanks to God, and they all have a love towards the saints. നമുക്ക് ചിന്തിച്ചു നോക്കാം, നമ്മളെ ലോക്കൽ ചർച്ചിനെ ഓർത്ത് ഇങ്ങനെ സ്തോത്രം പറയാൻ പറ്റുമോ? Just imagine if a person would, if they think about our local church, will they thank God through this man? നമുക്കറിയാവുന്ന ഏതെങ്കിലും ചർച്ചിനെ ഈ കാറ്റഗറിയിൽ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റുമോ? Do you know any other churches which can be put into this category and thank the church? നമ്മൾ 100 വർഷത്തെ പാരമ്പര്യമൊക്കെ പറയും. Maybe we say that we have 100 years of history. We have a tradition of traditional. We may be proud about our tradition. 5 വയസ്സായതുള്ളൂ ഈ സഭയ്ക്ക്. Only 5-year-old church. ആ ലോകത്തിലെ പാസ്റ്റർ പറഞ്ഞ സുവിശേഷം കേട്ടപ്പോൾ അവർക്ക് കിട്ടിയത് ഹോപ്പായിരുന്നു. The local church pastor was mentioning to Paul that when they heard the gospel, they got a living and better hope. ഇന്നത്തെ മെസ്സേജ് കേട്ടാൽ നമുക്ക് കിട്ടുന്ന ജീസസ് എങ്ങനെയായിരിക്കുന്നത്? When we are hearing today's gospel, what type of Jesus we are? എന്റെ കാര്യമൊക്കെ നടത്തി തരുന്ന ഒരു ജീസസ്. We are hearing currently the gospel which is mentioning as a Jesus who is doing anything for me. ഇന്നുവരെയും നാഥനാണ് നമ്മുടെ കാര്യം നടത്തിയത്. നാളെയും നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, ആയുസ് തമ്പുരാൻ നൽകുന്നെങ്കിൽ നാളെയും നമ്മളെ നടത്തും. പക്ഷേ അതല്ല സുവിശേഷം കണ്ടേ ചെയ്യേണ്ടത്. The gospel, actually God kept to till this today, and God will provide us in future too, but that should not convey the message as by the gospel. ഇവിടെ പോള് അവരുടെ ക്വാളിറ്റി പറയുക, പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിലുള്ള ആശ്രയം. Due to that hope, they have a true adherence or a faith in Christ Jesus. That was being mentioned here. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഹോപ്പ് ഒരു വ്യക്തിയിലാണ്. A hope is inside a person. ഒരു വ്യക്തിയിലാണ്. Hope is in a person. Our hope is in a person. Jesus Christ. അതുപോലെ തന്നെ our faith is in a person. Our hope is in a person. Similarly, our faith also in a person. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. Our faith in Christ Jesus. ഒരു വസ്തുവിലല്ല. Our faith should not belong to a substance. ഒരു കാര്യം നടക്കുന്നതിലല്ല. Do not have a faith to a thing. ഈ പാൻഡമിക് പൂർണ്ണമായി മാറുമെന്നതിലല്ല. This pandemic is going to be disappear. Not should that our faith should be like that. എന്റെ ഫെയ്ത്ത് ഒരു വ്യക്തിയിലാണ്.
faith in a person. അതുകൊണ്ടല്ലേ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നേ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. That is the reason Paul mentioned in his epistle that I know whom I have believed. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലായിരുന്ന അബ്രഹാം തന്റെ പ്രതിസന്ധി പറഞ്ഞത്, ഞാൻ വിശ്വസിച്ച ദൈവം. Even though there was no hope for his life, Abraham in his life, but still he was mentioning, I believed in a God. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ഒരു വ്യക്തിയിലാണ്. So our faith should be in a person. വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ, ഏത് പ്രതിസന്ധിയിലും വിശ്വസിക്കാം. Let us all trust and let us put our faith, whatever the situation might be. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ജീവൻ തന്ന് സ്നേഹിച്ചവന് മറ്റൊന്നും വലിയ കാര്യമല്ല. Because as often I mention, he gave his own life. It is not too difficult for him to do anything for us. ആദ്യ വഴിയിൽ കൈവിടുകയില്ല. നമ്മുടെ നാവിൽ അവസാനം വരെ നമ്മളെ കൊണ്ടെത്തിക്കാവുന്ന തിരുവെഴുത്തിലൂടെ നമ്മൾ വായിക്കുന്നെങ്കിൽ അവനിൽ നമുക്ക് വിശ്വസിക്കാം. He will not leave us in between of our journey. Since he is faithful to carry us until the end of our life, so put our faith in him. ഈ കർത്താവിൽ വിശ്വസിക്കാമെന്നുള്ളത്, എന്തുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാമെന്നുള്ളത് ഈ ലേഖനം മാത്രം വായിച്ചാൽ മതി. If you wanted to see why should I believe in Jesus Christ, please read carefully the book of Colossians. Verse 13 നോക്കിക്കേ. If you turn your attention to verse 13, 113 നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും. മതി, അതൊന്നും പ്രസംഗിക്കാൻ സമയമില്ല, കേട്ടെ. അങ്ങനെങ്കിൽ ഈ കർത്താവിൽ വിശ്വസിക്കാൻ എന്താ, എന്നെ ഇരുട്ടിൽ നിന്ന് എന്ത് ചെയ്തു, വെളിച്ചത്തിലാക്കി. we can believe in this Jesus Christ because he delivered us from the darkness to the light. ഇരുട്ട് 4 കാര്യത്തെ കാണിക്കുന്നത്. Darkness shows 4 things. ഈ വാക്യം ഇരുട്ടിൽ നിന്ന് വിടുവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു. ഇരുട്ട് പാപത്തെയാണ് കാണിക്കുന്നത്. One thing, darkness is showing sin. This is showing we are delivered from sin. ഇരുട്ട് പിശാചിനെയാണ് കാണിക്കുന്നത്. Darkness is showing Satan. ഈ വാക്യത്തിൽ ആ അർത്ഥമുണ്ട്. That same meaning context is here in this verse too. ഇരുട്ട് മരണത്തെ കാണിക്കുന്നു. ഇരുട്ടിലിരുന്ന ദേശത്തിന്, മരണത്തിലിരുന്ന ദേശത്തിന് വെളിച്ചം വന്നതെന്ന് പറഞ്ഞ് ഗലീലയെ പറ്റിയും നഫ്താലിയെ പറ്റിയും നമ്മൾ വായിക്കുന്നുണ്ട്. We can see the darkness is showing death, compared to death in the book of മരണത്തെ കാണിക്കുന്നു, darkness is പിശാചിനെ കാണിക്കുന്നു, Satan, പാപത്തെ കാണിക്കുന്നു, sin, നരകത്തെ കാണിക്കുന്ന വാക്യമുണ്ട്. and also darkness is compared to hell. ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് വായിക്കുന്നില്ലയോ? The darkness can be shown to Hades, hell. അങ്ങനെങ്കിൽ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ജീവൻ തന്ന് നമ്മെ വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക് ആക്കി എന്ന് പറഞ്ഞാൽ, പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, പിശാചിൽ നിന്ന്, നരകത്തിൽ നിന്ന് എന്നെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. By our faith in Christ Jesus, we all are delivered from the darkness. That means from sin, from Satan, from eternal hell. We all are being delivered and we are translated into the kingdom of the Son of the Lord. Praise Lord. Of His love. നിങ്ങൾ അതിന്റെ 14 വാക്യം 1:14 വായിച്ചാൽ, പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. In whom we have redemption. നോക്കൂ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, അവിടുന്ന് നമ്മളെ വീണ്ടെടുത്തു എന്നാണ് പറയുന്നത്. We can see here that He redeemed us. അങ്ങനെ നിങ്ങൾ ഈ വാക്യങ്ങൾ, എനിക്ക് തോന്നുന്നു 11 വാക്യം അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വേദഭാഗം വായിച്ചാൽ ആ കാര്യങ്ങളിലെല്ലാം, ആ വാക്യങ്ങളിലെല്ലാം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം.
So I mentioned already 11 verses from this chapter itself. So we all can say that a better, blessed and living hope kept in heaven by the faith in Jesus Christ. സ്തോത്രം. Praise the Lord. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് എല്ലാ വാക്യം വായിക്കാനായിട്ട് സമയമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ വാക്യം നോക്കി. സത്യവചനം, We can see സ്വർഗത്തിലെ ഹോപ്പ്, ആ വചനം കേട്ട് എനിക്ക് ലഭിച്ചു. ആ ഹോപ്പ് നിമിത്തം ഇതിനെല്ലാം മുഖാന്തരമായ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. I received the hope. And what is the reason for the hope? The reason behind this eternal hope is Jesus Christ. That's why I believe in Jesus Christ. അങ്ങനെ ഈ പ്രത്യാശയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസമുള്ളവരുടെ അടുത്ത ക്വാളിറ്റി എന്താണെന്നറിയാമോ? Do you know, if he have like this hope and faith in Christ Jesus, what is the quality of such a believer? ഒന്നിന്റെ 4 വായിക്കുമോ? Could you please read chapter 1 verse 4 again? സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾക്ക് മുൻപ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. അങ്ങനെ പോൾ മാത്രമായിരുന്നില്ല ജയിലിൽ, വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അത് കേട്ടു. നിങ്ങളുടെ വിശ്വാസവും കൂട്ടു സഹോദരങ്ങളോടുള്ള സ്നേഹവും സുവിശേഷം നിമിത്തമുണ്ടായ പ്രത്യാശയും ഞങ്ങൾ കേട്ടിട്ട് ആ ജയിലിൽ മുട്ടുമടക്കി നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തെന്നാണ്. Paul was mentioning here that not only Paul, but many inside the prison, they heard of their faith in Christ Jesus. Not only that, but their love which they have toward all the saints due to their hope and faith in living Jesus Christ. ഇങ്ങനെ ശ്രദ്ധിച്ച വാക്യങ്ങൾ വായിച്ചാൽ എത്ര അനുഗ്രഹിക്കപ്പെട്ട സഭയാണല്ലേ. If you carefully read those verses from that chapter, we can think that such a blessed church. ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടിട്ട് കേട്ടിട്ടുണ്ടല്ലോ, അതെല്ലാം നിറച്ചു വീരിക്കണം. When we are reading that, when they see their hope, when they heard their hope, these are all based on a hope on a person, Jesus Christ. സുവിശേഷം അവർക്ക് നൽകിയത് എന്താണെന്നറിയാമോ? പാപക്ഷമയാണ്. Forgiveness of sin is being given by the gospel. പാപമോചനമാണ്, പാപമോചനം. The redemption, redeeming from the sin, that was remission of sin. അതാണ് സുവിശേഷം നൽകിയത്. Gospel gave remission of sins. എന്നിട്ട് നമ്മളോട് പറയുക, ആ ഗോസ്പൽ കൊണ്ട് കൂട്ടു സഹോദരങ്ങളോടുള്ള സ്നേഹം. Due to that gospel, they have a love toward all the saints. ആ ഹോപ്പിൽ കാരണമായ യേശുവിലുള്ള വിശ്വാസം ഒരുവനുണ്ടെങ്കിൽ കൂട്ടു സഹോദരങ്ങളോട് സ്നേഹം ഉണ്ടായിരിക്കും. If we have such kind of hope and if we have faith in Christ Jesus, then we do have the true love towards the saints. C.S. Lewis, he was a theologian. C.S. Lewis, he made a one sentence. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹത്തിന്റെ one of the famous quotation from C.S. Lewis. അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്: To be a Christian means to forgive the inexcusable because God has forgiven the inexcusable in you. അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആരാ ക്രിസ്ത്യൻ എന്നറിയാമോ? ദൈവം മാപ്പർഹിക്കാത്തത് നമ്മളോട് ക്ഷമിച്ചതാണ്. ഒരു ക്രിസ്ത്യൻ കൂട്ടു സഹോദരനോടും അങ്ങനെ തന്നെയായിരിക്കണം. To be a Christian means to forgive the inexcusable because God has forgiven the inexcusable in you and me. ഇതാണ് true Christian. ഇതാണ് real gospel ഒരുവനിൽ വരുത്തുന്ന മാറ്റം. C.S. Lewis, who was a great theologian, he mentioned a phrase which is very famous because God excused inexcusable sin from each one of us. So we all should be ready to excuse other people's sin as well. സഭയെ ഓർത്ത് ആ ദൈവദാസന്മാർക്ക് പ്രാർത്ഥിക്കുകയാണ്. അവര് കേൾക്കുകയാണ് ജയിലിൽ കിടന്നുകൊണ്ട്
അവർ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, ആ ഫിലോമോന്റെ ലേഖനത്തിനകത്ത് പറയുന്ന ഒരു ഒനേസിമോസ് ഒക്കെ ഉണ്ട്. അദ്ദേഹമൊക്കെ വചനം കേട്ടോണ്ടിരിക്കുന്നേ ഉള്ളൂ. പുള്ളിയൊക്കെ എല്ലാരെയും കളിപ്പിച്ച് ജീവിക്കുന്ന ആളുകളായിരുന്നു. ആ വ്യക്തിയൊക്കെ പൗലോസിന്റെ കൂടെ കിടന്നിട്ട് കേൾക്കുകയാണ്, ദേ ഒരു സഭ, കൂട്ടു സഹോദരങ്ങളോടുള്ള സ്നേഹം. In the book of Philemon, we can see another person who was not that spiritual at that time, Onesimus. He was also in that prison during that time. When Epaphras was mentioning and explaining these things, he was also one among them who heard the quality of Colossian church. അങ്ങനെയെങ്കിൽ എന്നോട് എത്ര വലിയ ദോഷം ചെയ്താലും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എന്നോട് ഇൻഎക്സ്ക്യൂസബിൾ ആയത് നാളെ ക്ഷമിച്ചതാണെങ്കിൽ ഞാനും അത് മറക്കണം എന്നാണ് തിരുവെഴുത്ത് എന്നെ പഠിപ്പിക്കുന്നത്. If that is so, the gospel is teaching and telling each one of us, if our Father in heaven forgave any inexcusable sins in you, then you also should be ready to forgive any sins toward you. സ്നേഹം ദോഷം കണക്കിടുന്നില്ലെന്നാ വാക്യം. Love doesn't count multitudes of sins. Love beareth all transgressions. നിങ്ങൾ വായിച്ചാൽ മതി, ഇത്രേ ഉള്ളൂ. എന്നോട് എന്നാ ദോഷം ചെയ്താലും സ്നേഹം എന്നോട് എന്തോ ചെയ്താലും കുഴപ്പമില്ല. കാര്യം ഇൻഎക്സ്ക്യൂസബിൾ ആയ ദൈവം എന്നോട് ക്ഷമിച്ചതാണ്. Love covereth multitude of sins because God forgave me multitudes of sins from me. ആ ലോകത്തിന് നോക്കിയേ, Look at that local ഈ church. ഗോസ്പൽ അകത്ത് കയറി കഴിഞ്ഞപ്പം കൂട്ടു സഹോദരങ്ങളോടുള്ള സ്നേഹം. When the true gospel reached inside in that church, they developed a true love towards each other between the saints. കൂട്ടു സഹോദരൻ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ബ്ലഡ് റിലേഷന് പ്രാധാന്യതയേ ഇല്ല. In Bible, if it is mentioned as the fellow members, it doesn't mention as a relative. ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നവരെല്ലാവരും സഹോദരങ്ങളാണ്. If a person calling Lord as his father, then we all are brothers. എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ ഫാദർ എന്ന് വിളിക്കുമ്പോൾ ആ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന സകലരും they are my brothers. If I am calling my God as a father, then whoever is calling my God as a father, all those people are brothers. കൂട്ടു സഹോദരങ്ങളോടുള്ള സ്നേഹം. Love towards the fellow saints. ഇവിടെ ഈ സമയം മുതലോ അവർക്ക് ഇതൊക്കെ ഓർത്താൽ ജയിലിലല്ലേ എവിടെ ഇരുന്നാണേലും ആ സമയം ഓർത്ത് സ്തോത്രം പറയുകയാണ്. നിങ്ങൾ പറഞ്ഞു, If we hear such type of good characteristic about a church, even though wherever we are sitting, we will be thankful for that type of churches. നമ്മുടെ ലോക്കൽ സഭ അങ്ങനെയാകണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. Our local church should be like that type. The Holy Spirit is wishing for that type of character in our local church. പ്രശ്നം എന്താണെന്നറിയാം, എന്തെങ്കിലുമൊക്കെ ഈ പരദൂഷണമൊക്കെ പറയുന്ന ഒരു സ്വഭാവം എല്ലാവരിലും ഒന്ന് വരിക. But do you know some kind of issues which is bringing forth in each one of us? We may talk some things about others, ബ്ലാസ്ഫെമി എന്നൊരു വാക്കൊക്കെ blaspheming each other. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. പണ്ടാരും പറഞ്ഞാൽ ഇന്ന് ഈ എന്തെങ്കിലും സംസാരിക്കുന്ന സബ്ജക്ട് വേണമെങ്കിൽ ഇച്ചിരി ബ്ലാസ്ഫെമി പറയണമെന്ന് പറഞ്ഞു. അതിന് വേറെ സബ്ജക്ട് ഇല്ല. If we wanted to start a conversation and continue a conversation, we have to talk about others, the bad things about others. ദേവദാസന്മാരുടെ കാര്യം കേൾക്കണം, പ്രാർത്ഥനയുടെ വീര്യത്തെ കുറയ്ക്കുന്നതാണ് ബ്ലാസ്ഫെമി എന്നാണ്. One child of God mentioned that blasphemy is reducing the strength of prayer. ഈ കൊച്ചു പിള്ളേരുടെ ഈ ഹോമിയോ മെഡിസിൻ എല്ലാം എടുത്ത് കഴിച്ചാൽ ഡോക്ടർ പറയും കുറച്ച് കട്ടൻ കാപ്പിയായിട്ട് ആന്റിഡോട്ട് കൊടുത്തേക്കാൻ പറഞ്ഞ പോലെ ഈ പ്രാർത്ഥിക്കുന്ന ആളുടെ പ്രാർത്ഥന അത് ദൈവസന്നിധിയിൽ എത്താതിരിക്കണമെങ്കിൽ 4 പേരെ പറ്റി 2 കാര്യം പറഞ്ഞാൽ മതി എന്നാണ്. If you are a prayerful man or woman, if you keep talking about others' bad thing and if you are spreading that, it will eliminate your prayers. Love your brother, love your brother. In a context, love your brother. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? If you are unable to love a brother whom you are able to see now, how can you love a God who is unseen? തിരുവഴുത്തിൽ അങ്ങനെ തന്നെയല്ലേ? 1 John chapter 4 വായിക്കുന്നു. Are we not reading in the same way in chapter
1 John chapter 1 verse 4. വായിക്കാൻ സമയമില്ല, 4:20 വായിച്ചാൽ മതി. 4:20. 1 John chapter 4 verse 20. ഞാൻ ഇടയ്ക്ക് ഓർക്കുന്നുണ്ട് ഈ 1 Corinthians 13 ഈ അവിടെ കുറച്ച് കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. And we can see in 1 Corinthians 13 we are reading about love. ഈ നമ്മൾ ഭൂതന്മാരുടെ ഭാഷ സംസാരിച്ചാൽ, Even though we speak the tongue of angels, എന്നിട്ട് നമ്മുടെ ശരീരം ചുടുവാനേൽപ്പിക്കുക, നമ്മൾ ത്യാഗം ചെയ്യുക, ഇതെല്ലാം ആ ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരാൾ നമ്മുടെ ലോക്കലിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ ആ വ്യക്തിയെ ഒരു ദൈവമായിട്ട് കണക്കാക്കും. if a person who has some of the characteristics which was mentioned in 1 Corinthians chapter 13, if a person has some of those characteristics, we will definitely think that person is an angel of God. എന്നത്തെ ഇതുവെടുത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? Do you know what the scripture is saying ആ about that type of ക്വാളിറ്റി person? ഒക്കെ ഉണ്ടെങ്കിലും The scripture is mentioning that even though you have all those qualities, സ്നേഹമില്ലെങ്കിൽ ബിഗ് സീറോ. if you lack love, you are a big zero. കൊലോസ്യ സഭയെ പറ്റി പറയുക, വിശുദ്ധന്മാരോടുള്ള സ്നേഹം. The church in Colossae was being mentioned as a church who love between each other. ഇതോർത്ത് ദൈവത്തിന് സ്തോത്രം പറയുക. By remembering their characteristics, Paul was giving thanks to Father Jesus. ഈ 2 Samuel chapter 20 verse 8, 9 and 10 ൽ ഒരു സംഭവം. 2 Samuel chapter 20 verses 8 and 9, we can see an incident. 8, 9, 10. 8, 9, 10. 2 Samuel chapter 20 verse 8, 9 and 10. അവർ ഗിബെയോനിലെ വലിയ പാറയുടെ അടുക്കൽ എത്തിയപ്പോൾ അമാസ അവർക്കെതിരെ വന്നു. Yeah. എന്നാൽ യോവാബ് ധരിച്ചിരുന്ന പടയങ്കിമേൽ ഒരു കച്ചിയിൽ ഉറയോടുകൂടെ ഒരു വാൾ അരക്കി കെട്ടിയിരുന്നു. അവൻ നടക്കുമ്പോൾ അത് വീണുപോയി. യോവാബ് അമാസയോട്, സഹോദര, സുഖം തന്നെയോ എന്ന് പറഞ്ഞ് അമാസയെ ചുംബനം ചെയ്യാൻ വലത്തു കൈകൊണ്ട് അവനെ താടിക്ക് പിടിച്ചു. എന്നാൽ യോവാബിന്റെ കയ്യിൽ വാളിരിക്കുന്നത് അമാസ സൂക്ഷിച്ചില്ല. യോവാബ് അവനെ അതുകൊണ്ട് വൈദ്യത്ത് കുത്തി കുടൽ ചോർത്തിക്കളഞ്ഞു. രണ്ടാമത് കുത്തേണ്ടി വന്നില്ല, അവൻ മരിച്ചുപോയി. ഞാൻ ഇൻസിഡന്റ് ചെറുതായിട്ടൊന്ന് പറയാം. I would like to mention that incident. ആത്മാർത്ഥതയോടെ അല്ലാതെയും കൈ കൊടുക്കാം, സ്നേഹിക്കാം, ചുംബിക്കാം, എന്തും ചെയ്യാം. Even though we do not have a sincere love, we can actually greet a person, we can shake our hands between each other. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ? അതിനകത്തെ പദങ്ങൾ Did you notice the phrases in those verses? യോവാബ് അമാസയെ മീറ്റ് ചെയ്യുന്ന ഒരു ഭാവമാണ്. Joab was met by Amasa. They are meeting each other. വസതി അമാസ ചെയ്ത മറ്റൊരു തെറ്റ് മേലുണ്ട്. We can see that Amasa did a wrong thing in previous chapters. കണ്ടപ്പോളെ വിളിച്ച് വിളി കേട്ടോ, സഹോദരാ. When Joab saw Amasa, he was calling, my dear brother. ഞാൻ ഈ ഭാവം വായിച്ച് ഓർക്കുകയായിരുന്നു, അതായത് ഈ ബ്രദറെ വിളി പണ്ടേ തുടങ്ങിയതാണ്. When I was reading this phrase, this verse, this calling, greeting as my brother, it started with ബ്രദറെ എന്നാ വിളിക്കുന്നത്. He was calling my brother. എന്നിട്ട് നമ്മൾ ഈ കുഞ്ഞു പിള്ളേരൊക്കെ താടിക്ക് പിടിച്ച് ഇങ്ങനെ ചുമ്മനം കൊടുക്കാൻ പിടിക്കുന്ന പോലെ താടിക്ക് അങ്ങ് പിടിച്ചു. Then Joab took Amasa by the beard with his right hand. ശുഭമായിരിക്കുന്നോ? ചോദ്യം എങ്ങനെയുണ്ട്? Are you okay? He asked them very well, are you all well? അടുത്ത സെക്കൻഡിൽ എന്നാ ചെയ്യുന്നേ? What is he doing the next step? ഒറ്റ കുത്തിന് തീർക്കുകയായിരുന്നു. He took a sword and killed him. നടുക്കത്തോടെ വായിക്കേണ്ട ഒരു വാചകമുണ്ട്, രണ്ടാമത് കുത്തേണ്ടി വന്നില്ല. വാക്യം കണ്ടോ? We can read in an alarming way. We can notice one phrase. He didn't have to struck him again. സ്നേഹം നടിച്ചുകൊണ്ടുള്ള കൊലപാതകം. He was pretending as a loving person, but he murdered a person. പ്രിയപ്പെട്ടവരെ, നമ്മളൊരാളെ ബ്രദറെ വിളിക്കുന്നത് ബ്രദർ തന്നെയായിരിക്കണം. When we greet a brother, it should be in a brotherly manner. ശുഭമായിരിക്കുന്നു എന്ന ചോദ്യം ആത്മാർത്ഥമായി. If you ask a person, are you all well, it should be sincere. യോവാബിനെ പോലെ തന്ത്രപരമായി നാം ഇടപെടാൻ പാടില്ല. We should not interact with a person in a structurous way like Joab. അല്ലെങ്കിൽ എന്താ പറയാ, ഒരു പ്രകടനം, ഒരു As a show off. നമുക്ക് എന്നതല്ല. Do not act. ഈ കോൺടെക്സ്റ്റ് വ്യത്യാസമാണ് ഞാൻ ഇങ്ങോട്ട് എടുത്തത് മാത്രമേ ഉള്ളൂ.
this context is very different, but I will just show you. ഹൃദയപൂർവം സ്നേഹിക്കുക. Sincere love. Praise the Lord. Hallelujah. ഹൃദയപൂർവം ചെയ്യുക. But from your bottom of the heart, you have to love സകല Him. ഹൃദയങ്ങളെയും അറിയുന്ന ദൈവം. Because our Lord is searching all of our hearts. ആ വാക്യം കണ്ടോ? ആ true gospel അവർക്ക് hope കൊടുത്തു. That we can see that verse, true gospel gave them a hope. ആ hope നിമിത്തം കർത്താവിലുള്ള അവരുടെ വിശ്വാസം വർദ്ധിച്ചു. Because of the hope, their faith in Christ Jesus increased. സകല വിശുദ്ധന്മാരോടുള്ള അവരുടെ സ്നേഹം ഇത് റോമിലെ ജയിലിൽ വരെ കേട്ടു. Their love multiplied towards all the saints, and that was heard even in the prison of Rome. ആ സഭയുടെ ക്വാളിറ്റി സുവിശേഷം വരുത്തിയ മാറ്റം കൊണ്ട് പൗലോസിന്റെ കൂടെയുള്ള ചിലരുടെയും യേശുവിനെ അറിഞ്ഞുവെന്ന് ചിന്തിക്കുന്നത് തെറ്റില്ല. Those who are in prison along with the Paul, when they heard about the characteristics of this Colossians, they also been converted. ഞാൻ എങ്ങനെ ഇരിക്കുന്നു? How am I doing? ഒരു സഭയ്ക്ക് ലേഖനം എഴുതുക, ഫസ്റ്റ് വാക്യമാണ്. He was writing an epistle to a church, and this is the first few verses. ഒരു പോളിഷ്ഡ് സെന്റൻസ് അതിനകത്തില്ല. There is we cannot see a very formatted or a polished sentence. നമുക്ക് അങ്ങനെ ആവണം, ഇങ്ങനെ തിരുവെഴുത്ത് വായിക്കണം. We have to be like that, and we have to read like this. Praise the Lord. Hallelujah. അതുകൊണ്ട് we have a hope in this pandemic, അല്ലേ? So I would like to say we have a hope during this pandemic. നമ്മുടെ കർത്താവ് വരും. Our Lord is going to come. അതാണ് ഗോസ്പൽ കൺവേ ചെയ്യുന്ന hope. That is the hope which is being conveyed by this gospel. അതുകൊണ്ട് ഏത് പ്രയാസത്തിലും ഈ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. So whatever your situation is, however it is difficult, you should all have this kind of hope. നമ്മുടെ ഹോപ്പ് പറയുന്ന ഒരു വാക്യം കൂടെ വായിച്ച് എന്റെ വാക്കുകളെ നിർത്താം. കൊലോസ്യ ലേഖനം 3:4. കൊലോസിയൻസ് 3:4. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. മതി. This is the Christian hope. ഞാൻ കൊലോസിയൻസിൽ തന്നെ നിൽക്കുകയാണ്. This is the Christian hope. വാക്യം When Christ, who is your life, appears, then you also will appear with him in glory. പ്രിയപ്പെട്ടവരെ, സുവിശേഷം നമുക്ക് നൽകിയ ഹോപ്പ് ഇതാണ്. ഇതാണ് സുവിശേഷം നമുക്ക് നൽകിയ ഹോപ്പ്. My dear members, this is the hope which is being given by the gospel. ഇതിനു വേണ്ടിയാണ് യേശുവിന്റെ പുറകെ പോകാൻ. To this hope we should go after Jesus Christ. ഇന്ന് കാണുന്നതെല്ലാം താൽക്കാലികമാണ്. Whatever we are seeing on this earth, all are temporary. നാളെ തമ്പുരാൻ ഒരുപക്ഷേ നമുക്ക് അവസരം തരുമായിരിക്കും. Maybe Lord give us all to tomorrow. പക്ഷേ ഇതാണ് നമ്മുടെ ഹോപ്പ്. But this should be our true hope. സുവിശേഷം നമുക്ക് നൽകിയ ഹോപ്പ്. The hope which is being given by the gospel. കണ്ണുകളെ നൽകാമോ? Can we all close our eyes? ഒരുപക്ഷേ നമുക്ക് പ്രയാസവും കഷ്ടവും ഒക്കെ ആയിരിക്കാം. Maybe we all are facing certain difficulties in our life currently. അബ്രഹാം തന്നെ നമ്മളോട് പറഞ്ഞ പോലെ തല ഉയർത്തി നോക്കണം വരുവാനുള്ള ആ നഗരം. When Abraham was mentioned to his fellow children, lift up your head and look to the promised land. കർത്താവ് എപ്പോഴും പറഞ്ഞ പോലെ തല ഉയർത്തി നോക്കുക.